ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ശ്രീനാരായണനെ ശപിച്ച ഭൃഗുവിൻ്റെ ഹൃദയം നൊന്തു തുടങ്ങി. സ്വന്തം ആത്മാവിനാൽ പ്രേരിതനായ മാമുനി ആ ദേവദേവനെ ശാപഭംഗ ഭയത്താൽ അർച്ചനാദി പൂജകൾ അതിശ്രദ്ധയോടെ ചെയ്തു. ഭക്തവത്സരനായ ദേവൻ തപസാൽ സന്തുഷ്ടനായി അരുളി ചെയ്തു, ഭക്തലോകപ്രിയത്തിനായി ശാപത്തെ ഞാൻ കൈക്കൊള്ളുന്നു. പണ്ട് ഇങ്ങനെ ഭൃഗുമുനീന്ദ്രന്റെ ശാപമേറ്റ അച്യുതൻ അങ്ങയുടെ പുത്രനായി അവതരിച്ചു. രാമൻ എന്ന പുണ്യനാമം ത്രൈലോക്യത്തിലും പരക്കും. എന്നാൽ ഭൃഗുശാപത്തിന്റെ മഹത്തായ ഫലവും അനുഭവിക്കും. അയോധ്യാധിപതിയായി രാമൻ ഏറെ കാലം വാഴും. രാമരാജ്യത്തിലെ പ്രജകൾക്കെല്ലാം സുഖസമൃദ്ധി അടിക്കടി വളരും. 11,000 വർഷം ഭൂമി പരിപാലിച്ച് കാകുൽസ്ഥൻ ബ്രഹ്മലോകത്തിലേക്ക് എഴുന്നള്ളും. അനേകം അശ്വമേധങ്ങൾ യഥാവിധി നടത്തുന്ന രഘുതിലകൻ പലമാതിരി രാജവംശങ്ങൾ സ്ഥാപിക്കും. രാമന് വൈദേഹിയിൽ 2 പുത്രന്മാർ ജനിക്കും. എന്നാൽ അയോധ്യ നഗരിയിലെ അരമനയിലല്ല, മറ്റൊരിടത്താണ് തീർച്ച. സീതാദേവിയുടെ പുത്രന്മാരെ കാകുൽസ്ഥൻ തന്നെ അഭിഷേകം കഴിക്കും. രഘുവംശത്തിൻ്റെ ഭാവിയെപ്പറ്റി ദുർവാസാവ് ഇങ്ങനെയെല്ലാം വിവരിച്ചു മൗനമായിരുന്നു. ആ മഹാത്മാക്കളെ വന്ദിച്ച് മന്നോർ മന്നവൻ അയോധ്യയിലേക്ക് മടങ്ങി. ബ്രഹ്മഋഷി വര്യനായ വസിഷ്ഠാശ്രമത്തിൽ നിന്ന് കേട്ടത് ഇന്നുവരെയും ഞാൻ മനസ്സിൽ ഒതുക്കി. ആ ദിവ്യഭാഷണം വെറുതെയായി തീരുന്നതും അല്ല. പ്രഭോ രഘുനന്ദന, അവിടത്തേക്ക് ഈ കാര്യത്തിൽ സന്താപം ഉണ്ടാകരുത്. ശ്രീ സീതാരാമന്മാരെ പറ്റി പുരുഷോത്തമനായ അവിടുന്ന് സ്ഥൈര്യം കൊള്ളൂ. സൂതനും കൂടിയായ സുമന്ത്രർ ഏറ്റവും അത്ഭുതകരമായ ഈ കഥ പറഞ്ഞത് കേട്ടപ്പോൾ സുമിത്രാനന്ദനൻ ആശ്വാസം കൈക്കൊണ്ടു. ക്രമത്തിൽ നിസ്തുല്യനായ ഹർഷം തന്നെ മഹാത്മാവായ ലക്ഷ്മണന്റെ ഹൃദയത്തിൽ ഓളം വെട്ടി. സുമന്ത്ര സൗമിത്രിമാർ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് കേശിനി എന്ന സ്ഥലത്തെത്തിയപ്പോഴേക്കും ആദിത്യദേവൻ അസ്തമനാദ്രിയിൽ പോയി മറഞ്ഞു. അന്ന് കേശിനിയിൽ അവർ താമസിച്ചു. രാത്രിയിൽ കേശിനി നഗരത്തിൽ വസിച്ച് പുലർക്കാലമായപ്പോൾ രഘുനന്ദനായ ലക്ഷ്മണൻ പുറപ്പെട്ടു. ഹൃഷ്ടജനങ്ങളാൽ സമ്പുഷ്ടയായ അയോധ്യ നഗരിയിലേക്ക് മധ്യാഹ്നമായപ്പോഴേക്കും ആ മഹാരഥൻ എത്തി. സുമഹാബുദ്ധിമാനായ സൗമിത്രി, എൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമപ്രഭു സമീപത്തിൽ ചെന്ന് ഞാൻ എന്താണ് ഉണർത്തേണ്ടത്? വല്ലായ്മയോടെ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോൾ ശശാങ്ക സുദർശമായ കൊട്ടാരത്തിന് മുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ജ്യേഷ്ഠന്റെ അന്തസ്സേറിയ അരമന പടിവാതിൽക്കൽ പള്ളിത്തേരിൽ നിന്ന് ഇറങ്ങിയ കുമാരന്റെ ശിരസ് മാൽ കൊണ്ട ഏറ്റവും താഴ്ന്നിരുന്നു. യാതൊരു തടസ്സവും ഇല്ലാതെ അകത്തേക്ക് കടന്നപ്പോൾ മുന്നിൽ ഭദ്രാസനത്തിൽ കണ്ണുനീർ ഓളം വെട്ടുന്ന വിശാലലോചനങ്ങളോടെ ധീരനായ അഗ്രജനെ കണ്ടു. വിവശനായ ലക്ഷ്മണൻ തൃക്കാലുകൾ രണ്ടും പിടിച്ചു. ഒരുവിധം ഉള്ളു ഉറപ്പിച്ച് തൊഴുതുകൊണ്ട് ധീനസ്വരത്തിൽ പറഞ്ഞു, ആര്യനായ ജ്യേഷ്ഠന്റെ ആജ്ഞയനുസരിച്ച് ഗംഗാനദീ തീരത്തിൽ വാൽമീകിയുടെ ആശ്രമ പരിസരത്തിൽ നിർദ്ദിഷ്ട സ്ഥലത്ത് ദേവിയെ പരിത്യജിച്ചു. അനശ്വര യശസ്വിനിയായ ആ സച്ചരിതയെ ആശ്രമാന്തികത്തിൽ വെടിഞ്ഞ് തിരുമേനിയുടെ തൃക്കാൽക്കൽ നിൽക്കുവാൻ ഇതാ അടിയൻ എത്തിയിരിക്കുന്നു. പുരുഷവ്യാക്രനായ അവിടുന്ന് ദുഃഖിക്കരുത്. കാലത്തിൻ്റെ വിപരീത ഫലങ്ങളിൽ അവിടുത്തെ പോലെയുള്ള ബുദ്ധിമാന്മാർ വ്യസനിക്കാറില്ല, മനസ്സ് ചഞ്ചലമാക്കാറില്ല. വിനാശം വരെയാണ് നേട്ടം, പതനം വരെയാണ് അഭിവൃദ്ധി, വിയോഗം വരെയാണ് കൂടിച്ചേർച്ച, മരണം വരെയാണ് ജീവിതം. അതുകൊണ്ട് പത്നി, പുത്രൻ, സുഹൃത്ത്, ധനം എന്നിവയിൽ അത്യധികം ആസക്തി ഉണ്ടാകരുത്. തീർച്ചയായും വേർപെടേണ്ടവയാണ് ഇവയെല്ലാം. അവിടത്തേക്ക് മനസ്സിനെ തന്നെത്താൻ അടക്കുവാൻ നിഷ്പ്രയാസം സാധിക്കുമല്ലോ. 3 ലോകങ്ങളെയും നിശ്ചലമാക്കി തീർക്കുവാനുള്ള കെൽപ്പ് അവിടത്തേക്കുണ്ടെന്ന് പ്രഭോ എനിക്കറിയാം. എന്നിട്ടാണോ ഈ അഴൽ കാണിക്കുന്നത്? ഇത്തരം കാര്യങ്ങളിൽ അവിടുത്തെ പോലെയുള്ളവർ ഒരിക്കലും മയങ്ങുക പതിവില്ല. ഇത് വീണ്ടും ദുഷ്പേരിന് കാരണമാവും. അകീർത്തിയിലുള്ള ഭയം കൊണ്ട് മാത്രമാണല്ലോ നിഷ്കളങ്കയായ ദേവിയെ പരിത്യജിച്ചത്. അതേ അകീർത്തി നാട്ടിലും നഗരത്തിലും ഇനിയും ഉണ്ടാകും. അതുകൊണ്ട് ഹേ നരവ്യാക്രനായ അവിടുന്ന് ധൈര്യം സംഭരിക്കണം, സ്ഥിരചിത്തനാകണം. ഈ ബുദ്ധി ദൗർബല്യം വെടിയൂ. ഇങ്ങനെ അഴലിൽ പെടരുത്. മഹാനായ ലക്ഷ്മണന്റെ ഇത്തരം വാക്കുകൾ മഹാപ്രഭുവിനെ പരമപ്രീതനാക്കി. മിത്രവത്സലനായ രഘുവരൻ അനുജനോട് അരുളി ചെയ്തു, നരോത്തമനായ നീ പറഞ്ഞത് ശരിയാണ്. വീരനായ ലക്ഷ്മണ, എൻ്റെ കാര്യം ശരിയായി നിർവഹിച്ചതിൽ ഞാൻ ഏറ്റവും സന്തുഷ്ടനായി തീർന്നു. സ്വസ്ഥനായി. പരിതാപമെല്ലാം അകറ്റിക്കഴിഞ്ഞു. നിന്റെ മനോഹര വാക്കുകൾ എന്നെ വളരെയധികം ആശ്വസിപ്പിച്ചു കഴിഞ്ഞു. ലക്ഷ്മണ, ഞാൻ നിന്നിൽ അതീവ സന്തുഷ്ടനായി. ശ്രേഷ്ഠാർത്ഥം വീഴുന്ന വാക്കുകൾ അനുജൻ പറഞ്ഞത് കേട്ട രഘുവരൻ ഏറ്റവും അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനെ അരുളി ചെയ്തു,
ഇത്തരത്തിലുള്ള ബന്ധുക്കൾ വളരെ ചുരുക്കമാണ്. വിശേഷിച്ചും ഇക്കാലത്ത് എൻ്റെ ചിന്താഗതിക്കനുസരിച്ച് മഹാബുദ്ധിമാനായ നീ എപ്പോഴും ചെയ്യുന്നു. ശുഭലക്ഷണങ്ങളോട് കൂടിയ സൗമിത്രി, എൻ്റെ മനസ്സിൽ ഒരു വിചാരം കിടക്കുന്നുണ്ട്. അത് കേട്ട് ഞാൻ പറയുന്നത് നീ ചെയ്യുകയും വേണം. ഹേ സൗമ്യ, 4 നാളുകളായി ഞാൻ പൗരന്മാരുടെ കാര്യം നോക്കാതായിട്ട് എൻ്റെ മർമ്മങ്ങളെ കൊത്തി നുറുക്കുന്നത് പോലെ ആ കാര്യം വിഷമിപ്പിക്കുന്നു. പൗരമുഖ്യന്മാരെയും മന്ത്രിമാരെയും ഉപാധ്യായന്മാരെയും ഉടനെ വിളിക്കൂ. എന്തെങ്കിലും ആവശ്യങ്ങൾ അന്വേഷിക്കുന്ന പുരുഷന്മാരുടെയും സ്ത്രീജനങ്ങളുടെയും കാര്യങ്ങൾ നടത്തുവാൻ സാധിക്കാത്ത നൃപാലകൻ ഇടുങ്ങിയ കൊടും നരകത്തിൽ പതിക്കും തീർച്ച. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.